ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇവിടെയുള്ള ഒരു ഗ്ലാസ് ബ്രിഡ്ജ് പരിചയപ്പെടുത്തി തരാം. ഇത് ചൈനയിലെ ഇവു എന്ന സ്ഥലത്താട്ടോ ഉള്ളത്. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് 30 മിനിറ്റ്സ് മാത്രമാണ് അവിടത്തേക്കുള്ള ദൂരം. സിറ്റിയിൽ നിന്നും മാറി ഒരു ഗ്രാമപ്രദേശത്താണ് ഈ ഗ്ലാസ് ബ്രിഡ്ജ് ഉള്ളത്. ഇതൊരു ചെറിയ ഗ്ലാസ് ബ്രിഡ്ജാണ്. ഞാൻ ഫസ്റ്റ് ടൈം ആണ് നേരിട്ടൊരു ഗ്ലാസ് ബ്രിഡ്ജ് കാണുന്നത്. അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് എല്ലാം എനിക്ക് നല്ലോണം ഉണ്ട് കേട്ടോ. അതെന്തായാലും വെറുതെ ആയില്ല. ഈ ട്രിപ്പ് എനിക്ക് നല്ല വേർത്തായിട്ടാണ് തോന്നിയത്. നല്ല ഭംഗിയുള്ള സ്ഥലത്താണ് ഇതുള്ളത്. ചുറ്റും മലകളും പാടങ്ങളും ഒക്കെ ആയിട്ടൊരു അടിപൊളി സ്ഥലം. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ അടുത്ത് 2 പാർക്കുണ്ട് കേട്ടോ. റോഡിൻ്റെ 2 സൈഡിലുമായിട്ട് കുട്ടികൾക്ക് വരുമ്പോൾ കളിക്കാനൊക്കെ ആയിട്ടാണ് തോന്നുന്നു. അപ്പം ഞങ്ങളുടെ പിള്ളേർക്ക് ഇത് കണ്ടപ്പോഴത്തേക്കും നല്ല സന്തോഷമായി. അപ്പം പാർക്ക് കണ്ടതിന് ശേഷം അവർ ഭയങ്കര തുള്ളിച്ചാട്ടമായിരുന്നു. കാരണം അവർക്ക് അവിടെ വന്ന് കളിക്കണം. ഇനിയിപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജ് കണ്ടിട്ടേനും കുഴപ്പമില്ല, ഇവിടെ പോയി കളിച്ചാൽ മതി എന്നുള്ള അവസ്ഥയിലായിരുന്നു. എൻട്രൻസ് കഴിഞ്ഞ് നമ്മൾ ഫ്രണ്ടിലെത്തുന്ന ഈ സ്ഥലത്തിനെ കുറിച്ചിട്ടുള്ള ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നാണ് ഇവിടെ സ്ഥലം സ്ഥാപിച്ചതെന്നും പിന്നെ അവിടുത്തെ ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒക്കെ ചൈനീസിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിച്ചെടുക്കാം. പിന്നെ ആ സൈഡിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കണ്ടപ്പോഴത്തേക്കും കുട്ടികൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ അവർക്ക് ഗ്ലാസ് ബ്രിഡ്ജ് കാണുന്നൊന്നും വേണ്ട, ഇവിടെ കളിച്ചാൽ മതി എന്നുള്ള രീതിയായി. പിന്നെ ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജ് കണ്ട് ഇവിടെ വന്നിട്ട് കളിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞ് നേരെ നടന്നു. അങ്ങനെയാണ് അവർ കൺവിൻസ്ഡ് ആയത്. ഓക്കെ, അങ്ങനെ ഫ്രണ്ടിലേക്ക് നടന്ന് സൈഡിലെത്തിയപ്പോൾ അതൊരു പോണ്ട് പോലെ ഉണ്ടായിരുന്നു. പോണ്ടിൽ കുറച്ച് ബോട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈവനിങ് ടൈമിൽ അവർ പ്രവർത്തിപ്പിക്കുമായിരിക്കും. ഞങ്ങൾ ചെന്ന സമയത്ത് അധികം ആൾക്കാരുണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ സ്റ്റെപ്സൊക്കെ കയറി മുകളിലേക്ക് നടന്നു. അധികം ഉണ്ടായിരുന്നില്ല. മുകളിലെത്തിയപ്പോൾ ഞങ്ങളെ കാത്തിരുന്ന നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. എന്ത് ഭംഗിയാണെന്ന് നോക്കി. ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ചെന്ന സമയം കുറച്ച് നേരത്തെ ആയിപ്പോയി. കുറച്ച് വെയിലും ചൂടും ഒക്കെ ആയിരുന്നു. കുറച്ച് ലേറ്റായിട്ട് എത്തിയിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി എൻജോയ് ചെയ്യാൻ പറ്റിയേനെ. ഞങ്ങൾ ചെന്ന സമയത്ത് ടൂറിസ്റ്റുകളൊക്കെ വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന് ഭംഗിയൊക്കെ ആസ്വദിച്ച് ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അടുത്തേക്ക് എത്തി. ഗ്ലാസ് ബ്രിഡ്ജ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പണ്ട് യൂട്യൂബ് വീഡിയോസിലും ഇൻസ്റ്റാഗ്രാം റീൽസിലും ഒക്കെയാണ് കണ്ടിട്ടുള്ളത്. എന്ത് ഭംഗിയുള്ള സ്ഥലമാണെന്നറിയോ. ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ശരിക്കും ആ സമയത്ത് ഞാൻ അറിഞ്ഞത് എന്ന് വെച്ചാൽ കാത്തിരുന്ന് നമ്മൾ കാണുന്നൊരു സംഭവമല്ലേ. അപ്പോൾ നല്ല എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെയുള്ളവരും എല്ലാവരും എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് നടന്ന് താഴേക്ക് നോക്കുമ്പോഴാണ് നമ്മൾ ആ ഒരു സത്യാവസ്ഥ മനസ്സിലാക്കുന്നത്. താഴേക്ക് നോക്കുമ്പോൾ നമ്മുടെ നെഞ്ചിടിക്കുക എന്ന് പറഞ്ഞാൽ വെറും ഇടിയൊന്നും അല്ലല്ലോ. തൃശ്ശൂർ പൂരത്തിന് ആ ചെണ്ടമേളം നടത്തുന്ന കണക്കാണ് നമ്മുടെ നെഞ്ച് കിടന്ന് ഇടിക്കുന്നത്. ആ ഒരു ഗ്ലാസിൻ്റെ സർഫേസ് ഉണ്ടെന്നോ ഒന്നും നമ്മൾ ആ സമയത്ത് ശ്രദ്ധിക്കില്ല. നമ്മൾ താഴോട്ട് വീണ് പോകുമോ എന്നുള്ള ടെൻഷനാണ്. അത് കഴിഞ്ഞ് ചുറ്റുമുള്ള വ്യൂസും കാര്യങ്ങളൊക്കെ എടുക്കുമായിരുന്നു. ഇവിടുന്ന് നോക്കുമ്പോൾ നമുക്ക് കണ്ണെടുക്കാൻ തന്നെ തോന്നില്ല, അത്ര നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. പിന്നെ ഇതിൻ്റെ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറുമ്പം എൻ്റെ മോള് ശരിക്കും കരയായിരുന്നു. അവൾക്ക് കയറാൻ പേടിയായിട്ട്. അപ്പം ഇളയാൾക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു, മൂത്താക്കായിരുന്നു പേടി. കാരണം ഇളയാളെ കുറച്ചും കൂടി ചെറുതല്ലേ, അതുകൊണ്ട് അവന് അറിയാനുള്ള പ്രായമായിട്ടില്ല. അങ്ങനെ ഞങ്ങൾ അവളെ മെല്ലെ പിടിച്ചുകൊണ്ട് നടക്കുകയൊക്കെ ചെയ്തു. പിന്നെ എല്ലാവർക്കും നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഫസ്റ്റ് ടൈമാണ് ഇതിൻ്റെ പുറത്തോട്ട് ഇങ്ങനെ നടക്കുന്നത്. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. അതിൻ്റെ ഇടയ്ക്ക് ചെറിയ കാറ്റുണ്ടായിരുന്നു കേട്ടോ. കാറ്റെന്ന് പറയുമ്പം അത് മെല്ലെ ആടുമ്പോൾ ഈശ്വരാ ഇതെങ്ങാനും പൊളിഞ്ഞു പറഞ്ഞ് താഴെ വീഴൂ എന്നുള്ള ടെൻഷനാണ് മനസ്സിൽ. പിന്നെ അത് കഴിഞ്ഞ് ഫ്രണ്ടിലേക്ക് നടക്കുമ്പോൾ അവിടെ ഒരു ബാൽക്കണി സെറ്റപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം പോയി അവിടെ വീഡിയോ ഒക്കെ എടുത്തപ്പം എനിക്കെന്തോ മനസ്സിലൊരു തോന്നൽ, ഈ വീഡിയോ ശരിയായില്ല. അങ്ങനെ ഞാൻ രണ്ടാമത് വീണ്ടും വീഡിയോ എടുത്തു. കാരണം ആ ഒരു ഭംഗി ശരിക്കും ആ വീഡിയോയിൽ വരുന്നില്ലെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ രണ്ടാമത് വീണ്ടും പോയിട്ട് വീഡിയോ എടുക്കുന്നുണ്ട്. അതിൽ പക്ഷേ കുറച്ച് ഫിൽറ്റർ കുറച്ച് കൂടിപ്പോയി. അതുകൊണ്ടാണ് ഇത്രയും ഡാർക്ക് ഗ്രീനായിട്ട് കാണുന്നത്. ഇത്രയും ഒരു ഭംഗിയില്ലായിരുന്നു, ഇത്രയും ഒരു പച്ചപ്പ് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇത് ഞാൻ എഡിറ്റ് ചെയ്തതിൻ്റെ പ്രശ്നമാണ്. അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് ഭംഗിയൊക്കെ ആസ്വദിച്ചു. നല്ല കാറ്റുണ്ടായിരുന്നു. ആ കാറ്റൊക്കെ കൊണ്ട് ഞങ്ങളെന്നാൽ ഓക്കെ ഇനിയൊരു ഫാമിലി പിക്കൊക്കെ ആവാമെന്ന് കരുതി ഗ്ലാസ് ബ്രിഡ്ജിലൂടെ നടക്കുന്നതാണ് കേട്ടോ. ഇത് ഞാനും എൻ്റെ ഹസ്ബൻഡും കുട്ടികളുമാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ തിരിച്ചൊന്നും കൂടി ആ വ്യൂ ഒക്കെ ഒന്നും കൂടി എടുത്ത് ഞങ്ങളെന്നാൽ തിരിച്ചു പോകാമെന്ന് കരുതി. അപ്പോഴത്തേക്കും ടൂറിസ്റ്റുകളൊക്കെ വരാൻ തുടങ്ങി, നല്ല തിരക്കായി. അങ്ങനെ ഞങ്ങൾ മെല്ലെ പോകാമെന്നുള്ള രീതിയിൽ വന്നു. അവിടെ സൈഡിലൂടെ നമുക്ക് കാണാൻ പറ്റും ഒരു സ്ലൈഡ് പോലെ ഉണ്ട്. എന്നുവെച്ചാൽ മേളിൽ വന്നിട്ട് തിരിച്ചു പോകുന്നവർക്ക് ആ സ്ലൈഡിലൂടെ പോവാം. അപ്പം ഡയറക്റ്റ് സ്ലൈഡ് കയറിയാൽ പെട്ടെന്നാട്ടോ താഴെ എത്തുന്നത്. പക്ഷെ നമ്മുടെ കൂടെ കുഞ്ഞുങ്ങളുള്ളത് കൊണ്ട് ഞങ്ങൾ അതെന്തായാലും പ്രിഫർ ചെയ്തില്ല. ഞങ്ങൾ സ്റ്റെപ്പ് ഇറങ്ങി പോകാമെന്നുള്ള രീതിയിൽ താഴോട്ടേക്ക് പോയി.
അങ്ങനെ ഞങ്ങൾ മെല്ലെ സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് പോകുമ്പോൾ തോന്നിയത് കാട്ടിൻ്റെ നടുക്കൂടെ നമ്മൾ പോകുന്ന ആ ഒരു ഫീലാട്ടോ കിട്ടിയത്. അപ്പോൾ ഞങ്ങൾ താഴോട്ട് ഇറങ്ങുമ്പോൾ അപ്പുറത്തെ സൈഡിൽ സ്ലൈഡിൽ പോകുന്നവർ ഭയങ്കര സൗണ്ടിലൊക്കെ പോകുന്നത് ഞങ്ങൾ നല്ല കേൾക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ആഗ്രഹം അതിൽ പോകണമെന്ന്. പക്ഷേ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് അതത്ര സേഫ് അല്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ച് സ്റ്റെപ്പിലൂടെ ഇറങ്ങാം. തിരിച്ചെത്തിയപ്പോഴത്തേക്കും കുഞ്ഞുങ്ങൾ പൂളിൽ കയറിയിട്ട് കളിക്കാൻ തുടങ്ങി. ഇപ്പം എൻ്റെ മോൻ വന്ന് എൻ്റെ മടിയിലിരുന്ന് ഞാൻ വോയിസ് ഓവർ ചെയ്യുമ്പം അപ്പോൾ അവന് ഈ വീഡിയോ കണ്ടിട്ട് അവനാകെ എക്സൈറ്റഡ് ആയിട്ടുണ്ട്, മുമ്പത്തെ വീഡിയോസൊക്കെ കണ്ട്. അങ്ങനെ കുഞ്ഞുങ്ങൾ അവിടെ കളിക്കുന്ന വീഡിയോ ആട്ടോ ഈ കാണുന്നത്. അതിലുള്ളത് എൻ്റെ മോളും മോനും പിന്നെ ചേച്ചിയുടെ ട്വിൻസുമാണ്. അപ്പം ഒരു മോളും ഒരു മോനുമാണ് അവർക്ക്. അപ്പോൾ ദുർഗയും കാശി പിന്നെ എൻ്റെ അൻവിയും ആദിയും അവരങ്ങനെ നല്ല കുട്ടിയൊക്കെ വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഫുള്ള് ചുറ്റുമുള്ളതൊന്നും കാണില്ല എന്ന് പറയുന്ന അവസ്ഥയാണ്. അവർ അടിപൊളിയായിട്ട് കളിക്കുമായിരുന്നു. അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്നു. ഈ പോകുന്നതാണ് എൻ്റെ മൂത്ത പുത്രി. അവളിതാ മേലോട്ട് നോക്കി സ്വിം ചെയ്യുന്നുണ്ടോ. ആൾക്ക് സ്വിം ചെയ്യാനൊന്നും അറിയില്ല, പക്ഷേ ഇതൊക്കെ ഇട്ടിട്ട് അവളെ മേലോട്ട് നടന്ന് നീന്തുകയാണ്. അപ്പം ചൈനീസ് കുട്ടികളൊക്കെ ഉണ്ട്. എൻ്റെ ഇളയ മോനും കാശിയാണത്. അപ്പോൾ എൻ്റെ അടുത്തിരുന്ന മോനത് കാശിയാന്ന് പറയാം. അങ്ങനെ കുറേ നേരം കുഞ്ഞുങ്ങൾ അവിടെ കളിച്ചു. പിന്നെ അത് കഴിഞ്ഞ് വാട്ടർ ഗണ്ണും ഒക്കെ യൂസ് ചെയ്ത് അവർ കളിക്കുമായിരുന്നു. ഇതാണ് ദുർഗ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കമന്ന് വെള്ളം കുടിക്കുമ്പോഴാണ് അവൾ ആ എക്സ്പ്രഷൻ ഇടുന്നത്. നല്ലൊരു ഈവനിങ് ആയിരുന്നു കേട്ടോ. അങ്ങനെ നല്ല ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഈവനിങ് ടൈമിൽ കുട്ടികളുടെ കൂടെ ഇവിടെ ഊഞ്ഞാലാടുകയാണ്. അപ്പം ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ വേണ്ടി. അങ്ങനെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഇതായിരുന്നു ഞങ്ങളുടെ ഗ്ലാസ് ബ്രിഡ്ജിലേക്കുള്ള യാത്ര. എന്തായാലും ട്രിപ്പ് നല്ല വർത്തായിരുന്നു. ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.